നമസ്കാരം. ക്രിക്കറ്റിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പം ഒരു കൗതുകം നിറഞ്ഞ എന്നാൽ കുറച്ച് സീരിയസ് ആയ കാര്യം പറയാനാണ്. ഒരു കൗതുകം എന്ന് പറയുന്നത് IPL ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പം എവിടെ നോക്കിയാലും IPL മാമാങ്കത്തിൻ്റെ ട്രേഡിങ്ങിനെ പറ്റി പ്രവചനം സീനിയർ താരങ്ങളും അതുപോലെ ക്രിക്കറ്റ് നിരീക്ഷകരും അതുപോലെ ആരാധകരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലോ ഈ നവംബർ 15-18 ട്രേഡിങ് നടക്കും, ലേലം വിളി നടക്കുമല്ലോ. അപ്പോൾ ഇപ്പം എല്ലായിടത്തും നോക്കി ചെയ്യാമല്ലോ. നമുക്ക് മലയാളികൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ സഞ്ജുവിൻ്റെ പ്രവചനത്തെ സഞ്ജു ട്രേഡ് വിൻഡിൽ രാജസ്ഥാൻ റോയൽസായിട്ട് രാജസ്ഥാൻ സഞ്ജുവിനെ ട്രേഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ വാർത്തകൾ പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് എന്തിനും AI നോക്കിയിരിക്കാൻ പറ്റുമോ? സഞ്ജുവിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. സഞ്ജുവിനെ ട്രേഡ് ചെയ്യും എന്ന് തന്നെയാണ് AI പറഞ്ഞിരിക്കുന്നത്. അത് നിസ്സാര തുകയ്ക്കല്ല. 2026 IPL സഞ്ജു സാംസൺ ട്രേഡ് ചെയ്ത ലേലത്തിൽ വന്നാൽ എത്ര തുക വരെ സഞ്ജുവിന് കിട്ടും എന്ന് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തത് ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകളായിട്ട് നമുക്കൊന്ന് ചൂടാം. അപ്പോൾ AI പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? രാജസ്ഥാൻ സഞ്ജു വിടാൻ 60% ചാൻസ്. രാജസ്ഥാൻ സഞ്ജുവിനെ ഒഴിവാക്കാൻ 60% ചാൻസ്. അതിപ്പോൾ AI പറഞ്ഞിരുന്നെങ്കിൽ നമുക്കറിയാം. രാഹുൽ അവിടെ വന്നപ്പോൾ അവിടെ ഭയങ്കര ഈഗോയും സഞ്ജു മീറ്റിങ്ങിലൊന്നും പങ്കെടുക്കാതെ മാറിയിരിക്കുകയൊക്കെ ചെയ്താൽ നമുക്കറിയാം. പിന്നെ സഞ്ജുവിൻ്റെ വില പറഞ്ഞെങ്ങനെയാണ് കൗതുകകരം. സഞ്ജു രാജസ്ഥാനിലുള്ള പൈസക്ക് തന്നെ, അതായത് 18 കോടിക്ക് തന്നെ സഞ്ജു ഉയർന്ന തുകയൊന്നും ലഭിക്കില്ല എന്നാണ് AI പറഞ്ഞങ്ങനെ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, AIക്ക് തന്നെ ഈ മല്ലു ചെറുക്കനോട് ഇത്ര പുച്ഛം? സെലക്ടർമാരുടെ കാര്യം നമുക്കറിയാം. അവർക്ക് സഞ്ജു എന്ന് വെച്ചാൽ ഒരു പുച്ഛാണ്. ഇപ്പം AIക്കും തുടങ്ങിയ ഒരു പുച്ഛം. അതെന്താ? നമ്മുടെ മലയാളി പയ്യനായതുകൊണ്ടാണോ? 18 കോടിക്ക് പോകും എന്നാണ് പറഞ്ഞത്. അതും ക്യാപ്റ്റനായിട്ട് ഈ 18 കോടിക്ക് നമ്മുടെ സഞ്ജുവിനെ വാങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സഞ്ജുവിനെ വട്ടമിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ സഞ്ജുവിനെ വട്ടമിട്ട് IPL ഫാൻറ്റസികൾ കണ്ണുകൾ സഞ്ജുവിനെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. സഞ്ജു RCBയിലേക്ക് പോകും, സഞ്ജു ചെന്നൈയിലേക്ക് പോകും എന്നിങ്ങനെ എന്താ റൂമർ വരാൻ തുടങ്ങി. ഡൽഹിയിലേക്ക് പോകും എന്നൊക്കെ ഇങ്ങനെ റൂമർ വന്ന് കുറേ നാളായി. 2026 IPL ശേഷം വാർത്തകളിങ്ങനെ ഏറിൽ ഉള്ളതാണ്. പല ടീമുകൾ സഞ്ജു പോകുമെന്നും പറഞ്ഞ് വാർത്തകൾ ഇങ്ങനെ AI പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചാൻസ് ചെന്നൈയിലേക്ക് പോകാനാണ്. അല്ലെങ്കിൽ 90% ചെന്നൈയിലേക്ക് പോകാനാണ് ചാൻസ്. 70% മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്തയിലേക്ക് പോകാനാണ്. അതുപോലെ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ തുക മുടക്കി വാങ്ങിയത് ഡൽഹി ഋഷഭ് പന്തിനെയാണ്. ഡൽഹിയുടെ സഞ്ജയ് ഗോയക്ക 77 കോടിയാണ്
പന്തിന് വേണ്ടി മുളയ്ക്കുക. അത്ര ഒന്നും സഞ്ജുവിൻ്റെ മൂല്യം ഉയരില്ല എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം. മിനിമം അവർക്ക് ഏതാണ്ട് 15 കോടിയോ 20 കോടിയോ കണ്ട പേഴ്സിൽ ബാക്കിയുള്ളൂ. അതിൽ 18 കോടി 15 കോടി ഒക്കെ സഞ്ജുവിന് വില പോവില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അതിപ്പോൾ പറയണ്ട. അതുപോലെ ചെന്നൈയിലേക്ക്, പഞ്ചാബിലേക്ക്, അതുപോലെ കുറേ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചിരിക്കുന്ന ചെന്നൈയിലേക്കും മുൻ ചാമ്പ്യൻ കൊൽക്കത്തയിലേക്കും പോകുന്നതാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എയുടെ ഫ്രിഡ്ജ്. അപ്പം ഇനി ജ്യോതിഷൊക്കെ ചോദിച്ചാൽ മതിയില്ലേ? എന്നാലും എനിക്ക് തന്നെ മലയാളി പയ്യനോട് ഇത്ര പുച്ഛം എല്ലാ നാളുകൾക്കും ശരിയാ. സഞ്ജുവിനും നമ്മളെ മലയാളി പയ്യൻ അതിനോട് മാത്രം ഒരു പുച്ഛ എല്ലാവർക്കും. പേരും തുടങ്ങിയ പുച്ഛിച്ച് പറഞ്ഞിരിക്കുന്ന പന്തിനേക്കാളും മൂല്യമില്ല സഞ്ജുവിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 14 കോടിക്കോ മാക്സിമം പോയ സഞ്ജുവിന് 18 കോടിയാണ് ലഭിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാത്തിരുന്ന് കാണാം സഞ്ജു എത്ര ഇതിന് പോകുന്നു. ഞാൻ പറയുന്ന ഒരു 15 to 17 കോടി. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ താഴെ. നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും